2 3 വർഷം പ്രിപ്പറേഷനാണ് പലർക്കും SSC CGL എന്ന് പറയുന്ന ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. പക്ഷേ 3 മാസത്തെ വളരെ വൃത്തിയായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൊണ്ട് തന്നെ CGL എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള നവനീതാണ് നമ്മുടെ കൂടെയുള്ളത്. അവിടെ ഒരുപാട് കുട്ടികൾ ചെറിയ മാർക്കിന് മെയിൻസ് എക്സാമിന് പോയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ പ്രേക്ഷകരായിട്ട് ഓഡിയൻസ് ആയിട്ടുണ്ട്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ എവരിവൺ, എല്ലാവർക്കും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. 2024 CGL ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്തിട്ടുള്ള നവനീത് കൃഷ്ണയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് നവനീതിനെ പരിചയപ്പെടാം. ഹായ് നവനീത്. ഓക്കെ, എന്തൊക്കെയാണ് നവനീതിന്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഇൻട്രോ ഒന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് പറയാമോ? എന്തൊക്കെയാണ്? എൻ്റെ പേര് നവനീത് കൃഷ്ണ, എൻ്റെ വീട് പയ്യന്നൂരാണ്. ഞാൻ കഴിഞ്ഞ 2024 CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നവനീത് വീട്ടിൽ ആരൊക്കെയാണുള്ളത്? നവനീതിന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, പിന്നെ അമ്മൂമ്മയുണ്ട്. അതെ, ഇപ്പോൾ 2024 പാസ് ഔട്ട് ആയത്. ഏത് മാസമാണ് പാസ് ഔട്ട് ആയത്? ഏകദേശം കഴിഞ്ഞ 2024 ജൂണിലാണ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയത്. പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി 2024 കോഴ്സ് കഴിഞ്ഞ ശേഷം ബാക്കി ഇനി അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിലായിരുന്നു, ഒരു കരിയർ പ്ലാനിങ് എങ്ങനെയാണെന്നുള്ള രീതിയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടൊരു ഫ്രണ്ടിൻ്റെ ഫാദറാണ് എന്നോട് സജസ്റ്റ് ചെയ്യുന്നത്, SSCയിലെ ഒരു CGL എന്ന് പറഞ്ഞ എക്സാമിനേഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ ഏതായാലും കോഴ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും അറ്റംപ്റ്റ് ചെയ്ത് നോക്കുന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാദറാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അതിന് അറ്റംപ്റ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് CGLയിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടാണ്, അവനും ഇതുപോലെ തന്നെ BTech കഴിഞ്ഞിട്ട് CGL കൊടുത്തിട്ടുണ്ട്. അപ്പം ക്ലാസ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളൊരു ഡിസ്കഷൻ വന്നപ്പോഴാണ് അവൻ സൈലത്തിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക, ആ ഒരു ഇതിൽ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് അതുവഴിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. CGLന്റെ സ്പ്രിന്റ് ബാച്ച് ആയിരുന്നു നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ 2 3 വർഷത്തെ സമയമാണ് ഈ എക്സാം ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് അത്രയും സമയം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ, ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു 3 മാസത്തെ വൃത്തിയായിട്ടുള്ള ഒരു പഠന രീതി കൊണ്ട് തന്നെയാണ് ഈ CGL എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഓരോ സബ്ജക്റ്റും എടുക്കാം, കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം. 3 മാസം എന്ന് പറയുമ്പോൾ 90 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അല്ല? തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? നമ്മുടെ സൈലത്തിലെ ക്ലാസ്സുകൾ എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ട് അതിന്? അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമോ? സൈലത്തിൻ്റെ ക്ലാസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ട ഒരു ബേസാണ്. ഏറ്റവും ബേസിക് ആയിട്ട് ആ സിലബസും അതിൻ്റെ ഒരു ബേസിക് സാധനം അറിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ബേസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു സൈലത്തിൻ്റെ കോഴ്സ് എനിക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്, എത്ര മണിക്കൂർ ഡെയിലി നമ്മൾ പഠിക്കണം. ഇപ്പോൾ പലരും ഡിഫറെൻ്റ് 10 മണിക്കൂർ 8 മണിക്കൂർ വരെ പഠിക്കണം എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഡെയിലി എത്ര മണിക്കൂർ ഓൺ ആൻ ആവറേജ് നവനീത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഡെയിലി ഞാനും ആ ഒരു റേഞ്ചിൽ തന്നെ ഒരു 7 to 10 hours എന്നുള്ളൊരു അങ്ങനെ ഒരു രീതിയിൽ അച്ചീവ് ചെയ്യണമെന്നായിരുന്നു ഞാൻ ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. ചില സമയത്ത് ഡൗൺ ആയി പോകാറുണ്ട്, ചില സമയത്ത് തീരെ പഠിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 1-2 ദിവസങ്ങളൊക്കെ, കുറച്ച് ദിവസങ്ങളൊക്കെ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു 3 hours 4 hours ഒക്കെ. പക്ഷേ ഒരു മാക്സിമം ഒരു 7 to 10 hours തന്നെ എത്തിക്കാൻ നോക്കാറുണ്ട് മിക്കപ്പോഴും. 7 ദിവസവും 7 to 10 hours വെച്ചിട്ട് പഠിക്കുന്ന മാക്സിമം 7 to 10 hours തന്നെ എത്തിക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് നമുക്കൊരു കുറവ് വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷന്റെ ഫോൺ ഉപയോഗം കുറച്ച് കൂടുതലാണെന്നൊക്കെ നമ്മൾ പൊതുവേ പരാതിപ്പെടാറുണ്ടല്ലേ? അപ്പോൾ നവനീത് എങ്ങനെയായിരുന്നു എക്സാമിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭയങ്കര ഡിസ്ട്രാക്ഷൻ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമാണ് കൂടുതൽ ഈ സമയത്ത് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു ആപ്പ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിന് എന്തായാലും ആ സമയത്ത് തന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തും ഒരു ഹെക്ടിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് ഇൻസ്റ്റാഗ്രാം അപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആ സമയത്ത് അൺഇൻസ്റ്റാൾ ചെയ്യും, പിന്നെ ഇതുവരെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് 4 സബ്ജക്റ്റുകളാണെന്നുള്ളത് അറിയാം. മെയിനായിട്ട് ഞാൻ പറയുന്നത് മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷും GK ജനറൽ അവയർനെസ്സും ആണ് പഠിക്കേണ്ടത്. ഇതിലേറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, അല്ലെങ്കിൽ നവനീതിന് കുറച്ച് എഡ്ജ് കൂടുതലാണ് എന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ഏതായിരുന്നു? എനിക്ക് അങ്ങനെ കറക്റ്റായിട്ടൊരു ടോപ്പിക്ക് എടുക്കാനില്ല. എനിക്ക് ഫേവറേറ്റ് സബ്ജക്റ്റ് സ്കൂൾ ടൈമിലോട്ടെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. മാത്സ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് റീസണിങ്ങും ഇംഗ്ലീഷും ഞാൻ ആദ്യത്തെ എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്ത് മോക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇനീഷ്യലി ആദ്യമായിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു ഇംഗ്ലീഷും റീസണിങ്ങും ഒക്കെ. മാത്സ് പിന്നെ ഇഷ്ടമായിരുന്നു. കുറച്ചൊന്ന് ഞാൻ BArch കോഴ്സ് ആർക്കിടെക്ചർ ആയതുകൊണ്ട് മാത്സ് ആയിട്ടുള്ള ടച്ച് വിട്ടുപോയിട്ടുണ്ട്. ആയിട്ടൊരു അതിലേക്കൊന്ന് തിരിച്ചു വന്നപ്പോഴേക്ക് തന്നെ മാത്സ് എനിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെയുള്ളത് GK എനിക്ക് മുന്നേ ഉള്ള എക്സ്പീരിയൻസ് വെച്ചാൽ പണ്ട്
3ാം ക്ലാസ് 4ാം ക്ലാസ് ആ ടൈമിലൊക്കെ ഈ ക്വിസ് മത്സരത്തിന് അതിനൊക്കെ പോകുന്നൊരു ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അല്ലാതെ കുറേ ആയിട്ട് ആ ഒരു ഫീൽഡ് GK എന്നുള്ളൊരു സംഭവം അത്ര അവയർനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം വിഷ്ണു സാറിൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര നൈസായിട്ടുള്ള ക്ലാസ്സാണ്. കൺസെപ്റ്റ് കറക്റ്റായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ക്ലാസ് ആയതുകൊണ്ട് അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. GK ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് നമുക്ക് TAT2 CGL എക്സാംസിൻ്റെ മെയിൻസ് എക്സാംസ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള വിഷയമാണ് ഇംഗ്ലീഷ്. 45 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 45-ൽ 44 ക്വസ്റ്റ്യൻസും ശരിയാക്കി ഒരു ചോദ്യം മാത്രം കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ബാക്കി വെച്ച ഒരാളാണ് നവനീത്. അപ്പം 132 മാർക്ക് TAT2 എക്സാംസിന് നവനീതിന് അവിടെയും സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പൊതുവെ മലയാളികൾക്ക് എസ്പെഷ്യലി ഇംഗ്ലീഷ് എന്നുള്ള പറയുന്ന ആ ഒരു ലാംഗ്വേജ് ഒന്ന് ബുദ്ധിമുട്ടാണ്, എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്ന ഒരു സബ്ജക്റ്റുമാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സൈലത്തിലെ ക്ലാസ്സസും നോട്ട്സും നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നവനീതിന്? ആദ്യമേ റീഡിംഗ് എന്നുള്ള ഹാബിറ്റൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ആക്ച്വലി സ്കൂൾ ടൈമിലൊക്കെ ഒരു കോളേജ് ടൈമിൽ റീഡിങ് ഹാബിറ്റ്സ് കുറച്ച് കുറവായിരുന്നു. സ്കൂൾ ടൈമിലൊക്കെ മുന്നേ അത്യാവശ്യം ഫിക്ഷനൊക്കെ അത്യാവശ്യം വായിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു ടൈമായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ എന്ന് വെച്ചാൽ ക്ലാസ് ഗ്രാമർ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലേക്കുള്ള പാർട്ടൊക്കെ വരുമ്പോഴേക്ക് കുറേ റൂൾസും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, മെയിൻ സ്ട്രീം ആ ഒരു രീതിയിൽ ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബേസ് ബിൽഡിംഗ് എന്നുള്ളൊരു പ്രോസസ്സിലാണ് സൈൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടയർ 1 ആ സമയത്ത് ഒരു ക്രാഷ് കോഴ്സിൽ ഇംഗ്ലീഷിൻ്റെ പോർഷൻ മൊത്തം കവർ ചെയ്തപ്പോൾ തന്നെ അശ്വിൻ സാറാണെങ്കിൽ കവർ ചെയ്തപ്പോൾ തന്നെ ആ ഒരു പാർട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരാനും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും കുറച്ചും കൂടി ആ ഒരു പാർട്ട് ഗ്രാമർ അതുപോലത്തെ ബാക്കി പാർട്ടൊക്കെ സ്ട്രോങ് ആക്കാനും ആ ഒരു ടൈം പീരീഡ് കൊണ്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ക്ലാസ് കൊണ്ട്. പിന്നെ നവനീത് നമുക്ക് അറിയാവുന്നതാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുക മെയിനായിട്ട് ഒരു 4 കാര്യങ്ങളിലാണ്. നമ്മൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. സിലബസ് കംപ്ലീഷൻ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും, പിന്നെ റിവിഷനും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടാണോ അല്ലെങ്കിൽ ഇതേ സ്ട്രാറ്റജി തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്? അതിനെക്കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ഈ ലിമിറ്റഡ് ടൈം ആയിരുന്നല്ലോ, ഞാൻ ജൂലൈ ആ സമയത്ത് തുടങ്ങിയപ്പോൾ തന്നെ സെപ്റ്റംബറിലായിരുന്നു ടയർ 1 എക്സാം ഉണ്ടായിരുന്നത്. അപ്പം ഉറപ്പാണ് എന്തായാലും സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മോക്ക് എടുത്ത് തുടങ്ങുക ആ ഒരു ടൈം ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഗൂഗിൾ സാർ തന്നെയാണ് ക്ലാസ്സിൻ്റെ ഇടയിൽ സജസ്റ്റ് ചെയ്യാറുണ്ടിരുന്നത്, നിങ്ങൾ മോക്ക് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മാക്സിമം പറ്റുന്ന എത്രയും പെട്ടെന്ന് തന്നെ മോക്ക് എടുത്ത് തുടങ്ങണം, അത്രയും ബെറ്റർ ആയിരിക്കുന്ന രീതിയിൽ സജഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ലിമിറ്റഡ് ടൈം ഫ്രെയിമിനകത്ത് ഞാനൊരു സെപ്റ്റംബർ 19 ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് ടയർ 1 ഉണ്ടായിരുന്നത്. അപ്പം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ ഈ ടൈമിലകത്തൊരു 40 to 50 മോക്സ് എങ്കിലും ഞാൻ മാക്സിമം ഡെയിലി എടുക്കാൻ നോക്കുമായിരുന്നു. ഒരു 40 to 50 മോക്സ് എങ്കിലും ആ സമയത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പറയാം ഒരു മോക്കിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ശരിക്കും ഈ ഒരു നവനീതിന്റെ ഈ ഒരു അച്ചീവ്മെന്റിൽ ഉണ്ടെന്ന് തന്നെ ശരിക്കും നമുക്ക് പറയാം, അല്ലേ? അതെ, മോക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മെയിനായിട്ട് വെച്ചാൽ നമ്മൾ എത്ര പഠിച്ചാലും എത്ര സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കിട്ടുന്ന 1 മണിക്കൂറിന് എക്സാമിനകത്ത് കിട്ടുന്ന 1 മണിക്കൂറിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്ങനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മോക്കുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അത് ഇല്ലാതെ എക്സാമിന് പോയിട്ട് ഒരിക്കലും കാര്യമില്ല. നമ്മൾ എത്ര സിലബസ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ പോയിട്ട് എന്തായാലും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എത്രത്തോളമായിരുന്നു? കാരണം പ്രത്യേകിച്ച് ഗേൾസ് ഒക്കെ പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്, ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പ്രഷർ വരുന്നു എന്നൊക്കെ പൊതുവേ പറഞ്ഞു കേൾക്കുന്നതാണ്. അവരുടെ പൊട്ടൻഷ്യലിൽ വീട്ടുകാർക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ധൃതി കൊണ്ടോ അവരെ ഫോഴ്സ് ചെയ്യുന്ന കുറേ പേരൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് എത്രത്തോളം നവനീതിന് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്? നവനീതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? എന്താണ് സ്ഥിതി? എത്രത്തോളം? ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. അവർ ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല, BR കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു എക്സാംസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യുന്ന അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ എക്സാംസ് നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ നവനീതിന് ഓൾറെഡി CGL ക്ലിയർ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ നവനീത് അയച്ചൊരു മെസ്സേജ് എനിക്ക് ഓർമ്മയുണ്ട്, സാർ ഡബിൾ ലെഡ് പൊട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഓൾ ഇന്ത്യ റാങ്ക് 21 ആണ് നമ്മുടെ ഗേറ്റ് എക്സാമിനും ക്രാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു 2 തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നു അവിടെ. CGL വേണോ അതോ MRക്ക് പഠിക്കാനായിട്ട് പോകണോ? അതിൻ്റെ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു കറക്റ്റായിട്ട്? അതിൽ ഞാൻ ഇപ്പോഴും ചെറുതായിട്ടൊരു അതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് BRക്ക് കഴിഞ്ഞിട്ട് മെയിൻ സംബന്ധം വെച്ചാൽ പബ്ലിക് സെക്ടറിൽ പോകണമെങ്കിൽ BRക്ക് കഴിഞ്ഞിട്ട് ടൗൺ പ്ലാനിങ് അതുപോലെ കുറേ PWD കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ എക്സാംസ് ഒക്കെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്, കുറവാണ്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് കൂടെയാണ് ഞാൻ ഫോർ ദ ടൈം ബീങ് വേറൊരു ജോലി സെക്യൂർ ചെയ്യാമെന്നുള്ള ആ ഒരു എയിമിലൊക്കെയാണ് ഞാൻ CGL പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അപ്പം ആ സമയത്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇപ്പോൾ MRക്ക് കഴിഞ്ഞപ്പോൾ MRക്ക് എടുക്കുന്ന ആളെ എൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ MRക്ക് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ PG കഴിഞ്ഞാൽ ഇതുപോലത്തെ പബ്ലിക് സെക്ടറിൽ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ ഫീൽഡിൽ തന്നെ ആർക്കിടെക്ചർ ഫീൽഡിൽ തന്നെ കിട്ടും. അതുകൊണ്ടാണ് അതുകൂടി നോക്കിയത്. പക്ഷേ ഇപ്പോൾ എന്തായാലും
അത് ആലോചിക്കുന്നുള്ളൂ. MRK ഏതായാലും ഗേറ്റ് സ്കോർ 3 വർഷത്തോളം വേൾഡ് ആയതുകൊണ്ട് ആലോചിക്കാനുള്ള സമയം എന്തായാലും ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസ് ആദ്യം മുതലേ ബിൽഡ് ചെയ്തെടുത്ത ഒരു അഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ നവനീതിൻ്റെ കേസിലുണ്ട്. കാരണം തൊട്ട് മുമ്പേ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ബാങ്ക് എക്സാംസും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ എന്നുള്ളത്. അപ്പോൾ ഡബിൾ അല്ല ഗോകുൽ സാറേ, ട്രിപ്പിൾ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എഴുതുന്ന എല്ലാ എക്സാംസും ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും സ്ട്രഗ്ലിംഗ് ഫേസിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കട്ട് ഓഫിൻ്റെ 1 മാർക്കിന് പോയി 2 മാർക്കിന് പോയി ആദ്യം ഇങ്ങനെ പ്രിലിംസ് പോകുന്നു പിന്നീട് മെയിൻസ് പോകുന്നു എന്നുള്ളൊരു പ്രശ്നം. ഒട്ടും വെയിറ്റ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് പേഷ്യൻസോട് കൂടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ അല്ലേ, അത് എത്രത്തോളമാണ് ആ ഒരു പേഷ്യൻസോട് കൂടിയുള്ള വെയിറ്റ് ചെയ്യലെന്ന് നവനീത് നമുക്ക് പറഞ്ഞുതരും. യെസ്, ഒബ്വിയസ്ലി എനിക്കിപ്പം ഞാൻ എഴുതിയതിൽ എനിക്ക് കുറേ എക്സാംസ് ക്ലിയർ ആവാതെ പോയിട്ടുണ്ട്. IBPS PO ബാങ്കിങ് കൂടെ ഞാൻ ഏതായാലും SSC എക്സാംസ് അറ്റൻഡ് ചെയ്യില്ല, അതുകൊണ്ട് ബാക്കി എക്സാംസ് കൂടെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ IBPS PO ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, സ്കോറില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ യൂണിയൻ ബാങ്കിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും എല്ലാ എക്സാംസും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. അപ്പം ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ എയിം അനുസരിച്ച് മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് കിട്ടാനുള്ള എന്തായാലും കിട്ടാതിരിക്കില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അവനിത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, ഫസ്റ്റ് ചാൻസിൽ തന്നെ, അതായത് ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നു, 3 മാസം കൊണ്ട് SSC ക്ലിയർ ചെയ്യുന്നു, ഗേറ്റിന് ഓൾറെഡി സ്കോർ കിട്ടുന്നു, IBPS എക്സാമുകൾ ക്ലിയർ ചെയ്യുന്നു. ഞാനൊരു ബോൺ ടാലൻറ്റഡ് ആണ് നവനീത് എന്ന് പറഞ്ഞാൽ നവനീതിന് എന്തായിരിക്കും അതിനോടുള്ള ഒരു പ്രതികരണം? അല്ല, എനിക്കൊരു അങ്ങനെ ഒരു ബോൺ ടാലൻറ്റ് അങ്ങനെ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ എനിക്കൊന്നും ഒരു സ്കൂൾ ഏജ് തൊട്ടേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ എനിക്ക് ആ ഒരു അക്കാഡമിക്കിലെ ആ ഒരു എഡ്ജ് എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു ഞാൻ എപ്പോഴും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഞാൻ സ്കൂൾ തൊട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിട്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പോസ്റ്റൽ അസിസ്റ്റന്റ് PA/SA ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയങ്ങളും കാര്യങ്ങളും അതിനൊക്കെ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്, ഏത് ചൂസ് ചെയ്യാനാണ് ഒരു പ്ലാൻ ഉള്ളത്? ഇപ്പോൾ ശരി, ഇപ്പോൾ കുറച്ച് പേരെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം മിക്കവാറും സോർട്ടിംഗ് അസിസ്റ്റന്റ് ചൂസ് ചെയ്യാനാണ് ചാൻസ്. അപ്പം കൂടുതൽ ആൾക്കാരും ഒപ്പീനിയൻ പറഞ്ഞത് അതായിരിക്കും. എനിക്ക് ഫർദർ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട് ഇനി അടുത്ത എക്സാംസിന്. അതാണ് ഇതിലെ ഹൈലൈറ്റ് അല്ലേ. നവനീതിന്റെ ശ്രമങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ തുടങ്ങുക മാത്രമാണ് എന്നാണ് നവനീത് അടിവരായിട്ട് ഇവിടെ പറയുന്നത് നമ്മുടെ അടുത്ത്. അപ്പോൾ നവനീതിന്റെ ഒരു ഡ്രീം പോസ്റ്റ് എന്തിനാണ്? CGL തന്നെയാണ് ഉദ്ദേശിക്കണത് എന്നുള്ളത് മനസ്സിലായി. CGL തന്നെ ഒരു ഡ്രീം പോസ്റ്റ് നവനീത് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ഏതാണ്? ശരി, CGL ഉറപ്പായിട്ടും ആഗ്രഹിക്കുന്ന പോസ്റ്റ് ASO MEA മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഈ 2 പോസ്റ്റാണ് ഞാൻ ഒരു ഹൈ ലെവലിൽ എയിം ചെയ്തിട്ടുള്ളത്. അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട്, അടുത്ത CGL അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റിപ്പീറ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ളത് കൊണ്ടാണ് എല്ലാ വർഷവും CGLന്റെ കട്ട് ഓഫുകൾ കൂടുതലായിട്ട് തന്നെ കാണപ്പെടുന്നത്. അപ്പോൾ റിപ്പീറ്റ്, അതായത് നമുക്കറിയാം ഫസ്റ്റ് ചാൻസിൽ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു പോസ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ കട്ട് ഓഫ് ഉയരുവാനായിട്ടുള്ള ഒരു മൂലകാരണങ്ങളിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് തന്നെ നമുക്ക് റിപ്പീറ്റേഴ്സിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമാണ്. ഇപ്പോൾ SSCയുടെ ഒരുപാട് റീഫോംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് മെയിൻസ് എക്സാം എന്ന് പറയുന്നത് ഒരൊറ്റ ഷിഫ്റ്റിലാക്കാനും എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂട്ടുവാനും തുടങ്ങിയിട്ടുള്ള കുറച്ച് റീഫോംസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇനി വെൻഡർ ചേഞ്ച് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. അപ്പോൾ SSCയുടെ ഈ ഒരു പാറ്റേണിൽ, ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ നവനീതിന് എന്തെങ്കിലും റിക്വസ്റ്റുകളോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ചേഞ്ചസ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടി ഒരു ഇപ്രാവശ്യം കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരുന്നു. ബോണസ് മാർക്ക് നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കട്ട് ഓഫ് കൂടിയിട്ടുണ്ട്. അപ്പം ഈ ബോണസ് മാർക്ക് അത്രയും ആംബിഗ്യൂറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം വെണ്ടർ ചേഞ്ച് ആണെങ്കിലും ആ ഒരു കാര്യം എയിം ചെയ്തിട്ടാണ് SSC സംസാരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഈ ഒരു 130 അത്രയും ക്വസ്റ്റ്യൻസ് ഇടുന്നതിൽ മാക്സിമം എറർ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ തന്നെ അത്രയും ആ ഒരു കാര്യം ആസ്പിറൻസിനെ ബാധിക്കില്ല. അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുന്നതിനെ കൊണ്ട് താല്പര്യം തന്നെയാണ്. ഒരു അപ്രോച്ചിനോട് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റാണ് ഉള്ളത്. അപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 70 ഒരു 100 സ്കോറുള്ളതിന് 70, 60 ആ ഒരു അറൗണ്ടൊക്കെ ആവണം കട്ട് ഓഫ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വായന പണ്ട് മുതലേ വായന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഫിക്ഷനും നോൺ ഫിക്ഷനും ഒക്കെ വായിച്ചിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു, ശീലം ഉണ്ടായിരുന്നു എന്ന് അവനിത് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് എത്രത്തോളം എക്സാമിൽ ടൈം സേവ് ചെയ്യുന്നത്, അതായത് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ടൈം വല്ലാതെ എടുക്കുന്ന സമയമാണ്. ടൈം വല്ലാതെ എടുക്കുന്ന ഒരു ഏരിയയാണ് കോംപ്രിഹെൻഷൻ സെക്ഷനിലെ. അത് എത്രത്തോളം അനായാസം അല്ലെങ്കിൽ എത്രത്തോളം എളുപ്പമാക്കാൻ സഹായിച്ചിട്ടുണ്ട്?
അപ്പം വായിക്കുന്നത് ഒബ്വിയസ്ലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കോംപ്രഹെൻഷനൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം കംപ്ലീറ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ്ലി വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈം എടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ. ആ ഒരു ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓൾസോ വൊക്കാബ് ആണെങ്കിലും കുറച്ച് ഞാൻ ഒരു സമയത്ത് വായിക്കുമ്പോഴൊക്കെ അറിയാത്ത വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡിക്ഷണറി നോക്കിയിട്ട് അതിൻ്റെ മീനിങ്സ് ഒക്കെ നോക്കി ആ ഒരു അങ്ങനെ വായിച്ചു പോകുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് വൊക്കാബൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ അതിൽ കൂടുതൽ റിലൈ ചെയ്തുകൊണ്ട് അതിൽ കൂടുതൽ എഫേർട്ട് ഇടാത്തതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ ആ ഒരു നേരത്തെ പറഞ്ഞല്ലോ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ വൊക്കാബിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നതാണ് ബ്ലാക്ക് ബുക്ക് വെച്ച് പ്രാക്ടീസ് ചെയ്യണം പറയുന്നതാണ്. അപ്പം ആ ഒരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വിട്ടുപോയതുകൊണ്ട് ആ ഒരു വൊക്കാബ് ക്വസ്റ്റ്യൻ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ വായനശീലം മാത്രമല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ബുക്ക് ആണെങ്കിലും ബാക്കി മെറ്റീരിയൽസ് ആണെങ്കിൽ അത് വെച്ചിട്ട് ഡെയിലി ഒരു ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് 10 വേർഡ്സോ അല്ലെങ്കിൽ 20 വേർഡ്സോ ഒക്കെ വെച്ചിട്ട് ടാർഗറ്റ് ചെയ്ത് പോകുന്നത് വളരെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, അതുപോലെ തന്നെ നവനീത്, നമുക്കിപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഈ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? നമ്മളൊരു മാക്സിമം കൺസിസ്റ്റൻസി തന്നെയാണ് പ്രിപ്പറേഷൻ ഫേസ് സമയത്ത് മാക്സിമം കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുക. ബേസ് സ്ട്രോങ് ആക്കുക, എപ്പോഴും ബേസ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. പിന്നെ ഓൾസോ എനിക്ക് തോന്നുന്നു ഈ GK ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ക്ലാസ് കണ്ടറിയുന്ന മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അറൗണ്ട് നടക്കുമ്പോൾ ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും കാര്യം കിട്ടി അപ്പോൾ തന്നെ നമ്മൾ ചുമ്മാ ബ്രൗസ് ചെയ്ത് നോക്കും. ഒരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. ഒരു വെബ് ബ്രൗസറൊക്കെ ചെയ്തൊരു വിക്കിപീഡിയയിൽ ജസ്റ്റ് ഒരു കാര്യത്തിനെ പറ്റി വായിക്കുന്നൊക്കെ 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ് ചിലപ്പോൾ നമുക്ക് എക്സാമിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ഹാബിറ്റ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് GK ആണെങ്കിൽ. അപ്പം എന്ത് കിട്ടുമ്പോഴും അതിനെപ്പറ്റി മാക്സിമം അറിയാൻ നോക്കുക. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ എപ്പോഴും സാറുമാരൊക്കെ പറയുന്നതാണ് ഈ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എപ്പോഴും ഡെയിലി ടാർഗറ്റ്സ് വെക്കുക. ഓൾസോ ഡെയിലി ഇത്ര മണിക്കൂർ വെച്ചിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഇത്ര കാര്യങ്ങൾ പഠിച്ചു, ഇത്ര ടോപ്പിക്സ് കവർ ചെയ്തു, ഇന്ന് ഇത്ര മോക്ക് എടുത്തപ്പോൾ ഇത്രയും സ്കോർ, അത് വെച്ച് നാളെയും എടുക്കുമ്പോൾ അത് ഓരോ ദിവസത്തെയും മോക്ക് സ്കോർ കമ്പയർ ചെയ്തിട്ട് എത്രമാത്രം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. ഓരോ മോക്ക് എടുക്കുമ്പോഴേക്കും മോക്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ മോക്ക് എടുക്കുന്നതിനേക്കാളും മോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മളെങ്ങനെ ആ മോക്കിൻ്റെ സ്കോറിനെയും പെർഫോമൻസിനെ അനലൈസ് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ തെറ്റിക്കുന്നത്, ഈ എറർ വരുത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ ഓവർസൈറ്റ് എററാണോ, എലിമിനേറ്റ് ചെയ്യുന്നതിൽ പ്രശ്നം കൊണ്ടാണോ, അപ്പോൾ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നോളജ് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണോ, അങ്ങനെയാണെങ്കിൽ ആ ടോപ്പിക്ക് പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓവർസൈറ്റ് എററാണെങ്കിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു കോഷ്യസ് ആയിരിക്കണം. ആ ഒരു രീതിയിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ മോക്ക് കഴിയുമ്പോഴും എന്തുകൊണ്ടാണ് പ്രശ്നം വരുന്നത്, എന്തുകൊണ്ടാണ് മാർക്ക് കുറയുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, ഇപ്പോൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ പോർഷൻസ് എവിടെയൊക്കെയാണ്, കുറച്ച് ടൈം എടുക്കണമൊക്കെ, ആ ഒരു രീതിയിലൊക്കെ എല്ലാ രീതിയിലും അനലൈസ് ചെയ്തിട്ട് ബാക്കി ഓരോ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും മോക്കിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സിംഗിൾ സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്യുന്നതിനേക്കാളും ഓരോ നമ്മളെ പെർഫോമൻസ് നമ്മൾ തന്നെ അനലൈസ് ചെയ്തിട്ട് ഇതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നവനീത് ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നവർക്ക് സൈലം സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിനകത്ത് എനിക്ക് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇങ്ങനത്തെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ബേസാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണ് ഓരോ എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും. അപ്പം എനിക്ക് ആ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ ഒരു സൈലത്തിൻ്റെ ക്ലാസ് കൊണ്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എല്ലാവർക്കും ഞാൻ സൈലം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ നവനീത്, നമ്മുടെ SSC അല്ലെങ്കിൽ ജനറലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഏറ്റവും പേടി സ്വപ്നം, ഉദ്യോഗാർത്ഥികളുടെ പേടി സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ഒരു ബാലികേറ മല എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് GK എന്ന് പറയുന്നത്. അപ്പോൾ GK നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? NCERT ആയിരുന്നു റെഫറൻസ് വെച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ താങ്കൾ ഉപയോഗിച്ചിരുന്ന ആ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരുന്നു? പ്രത്യേകിച്ച് നവനീതിന്റെ കാര്യത്തിലാണെങ്കിൽ അവൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡന്റ് ആണ് അല്ലെ, BR ആണ് പഠിച്ചത്. അപ്പോ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്താ തോന്നിയത്, GK എങ്ങനെ പഠിക്കുന്ന? GK എനിക്ക് തോന്നിയത്, എനിക്ക് ഇനീഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. GK ക്വസ്റ്റ്യൻസ് GK സെക്ഷന് വരുമ്പോൾ തന്നെ മോക്കിടുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നിയൊരു സബ്ജക്റ്റാണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി ബാക്കി 3 സെക്ഷൻസ് ആണ് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ബാക്കി 3 സെക്ഷൻസാണ് എളുപ്പത്തിൽ എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ GK വരുമ്പോഴേക്കുതന്നെയായിരുന്നു എനിക്ക് സ്കോർ കുറവ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് കൂടുതൽ ആൾക്കാർ, എനിക്ക് കൂടുതൽ ബാക്കി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെടുത്ത് അന്വേഷിച്ചപ്പോഴും GK ആണൊരു റാങ്ക് ഡിസൈഡിങ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഒരു സ്കോർ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പം അതിനനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഡ്ജ് കിട്ടുന്നൊരു സബ്ജക്റ്റാണ് GK എന്നുള്ള രീതിയിൽ വന്നത്. എനിക്ക് ഇനീഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാർക്ക് കുറവ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് എന്ന് പറയുന്ന പോലെ തന്നെ ഹിസ്റ്ററി,
വിഷ്ണു സാറിൻ്റെ ക്ലാസ്സാണ്, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, ആ ഒരു പാർട്ടൊക്കെ ആണെങ്കിൽ നല്ല ക്ലാസ്സാണ്. കേട്ടിരിക്കുമ്പോൾ തന്നെ, ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ ഏതായാലും സ്ഥലത്തിൻ്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ഞാൻ അങ്ങനെ ശീലം ഉണ്ടായിരുന്ന ആളല്ല, പക്ഷേ എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ന്യൂസ് പേപ്പർ റീഡിങ് തുടങ്ങി. മിക്ക ദിവസങ്ങളും മാക്സിമം നോട്ട് ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു. ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് PYQs ഒക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുക, ഒരു ന്യൂസിന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു ഐഡിയ കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ മാക്സിമം നോക്കുമായിരുന്നു. നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ നോക്കുമായിരുന്നു. ഓക്കെ, എക്സാമിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കുറച്ച് സംഗതികളാണ് ഈ വർഷങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്കുകളോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിരുന്നോ? വർഷങ്ങൾ എനിക്ക് ആക്ച്വലി ഇപ്പോഴൊരു ബുദ്ധിമുട്ടുള്ളതാണ്. ചിലതൊക്കെ ഓർമ്മയുണ്ടാവും, അതൊരു എന്താണെന്ന് അറിയില്ല. ചിലതൊക്കെ അതിനനുസരിച്ച് ഓർമ്മയുണ്ടാവും. വർഷങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ചുള്ള ട്രിക്ക് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ നോക്കിയിട്ടില്ല. കുറേയൊക്കെ ആ ഒരു ടൈം അനുസരിച്ച് മിക്കതും എലിമിനേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പം 1800 ആണെങ്കിൽ ഏത് സെഞ്ചുറി ആണ് അല്ലെങ്കിൽ ഏത് ഡെക്കേഡ് ആണ്, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് എലിമിനേഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ആ ഒരു രീതിയിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റാറുണ്ട് വർഷങ്ങൾ വരുമ്പോൾ. ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ കൺസെപ്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വർഷങ്ങളും നന്നായിട്ട് തന്നെ മനസ്സിലേക്ക് കയറി നിന്നിട്ടുണ്ടാവും. കൺസെപ്റ്റ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് വർഷങ്ങൾ ആ സമയത്ത് കിട്ടും. ഏത് ടൈമിലായിരുന്നു ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്, ഈ ടൈമിലാണ് ഈ ഒരു കാര്യങ്ങൾ. ഇപ്പം പ്രത്യേകിച്ച് ജനറൽ സയൻസിലാണെങ്കിൽ ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം പീരീഡിലാണ് അത് നടന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു ടൈമിൽ, ആ ഒരു ടൈം ലൈനിൽ ഇങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ട്, എക്കണോമിയിൽ ചേഞ്ചസ്, ആ ഒരു രീതിയിൽ കുറച്ച് റിലേറ്റ് ചെയ്തിട്ട് സമയത്ത് നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. നവനീത് എങ്ങനെയായിരുന്നു? നമ്മുടെ എല്ലാ ലൈവ് ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരുന്നു, അതോ ലൈവ് കഴിഞ്ഞ് റെക്കോർഡഡ് കണ്ട് അങ്ങനെ പഠിക്കുന്നതായിരുന്നു? എങ്ങനെയായിരുന്നു പഠിച്ചത്? എനിക്ക് പേഴ്സണലി ലൈവ് ആയിരുന്നു. ലൈവിൽ തന്നെ അപ്പം തന്നെ കയറി കാണുമ്പോഴായിരുന്നു എനിക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യലി തോന്നി. കാരണം ഞാൻ ഒരു സമയത്ത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി ഒരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടുന്നു എനിക്ക് തോന്നി. മറക്കാറില്ല ലൈവ് ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാക്സിമം കാര്യങ്ങൾ അപ്പം തന്നെ കിട്ടാറുണ്ട്. ആൻഡ് ഫൈനലി ഈ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിൽ ഒരു റിവിഷന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റും? റിവിഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് GK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്സ് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് GK-ലാണ് എനിക്ക് തോന്നുന്നു റിവിഷൻസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഇയറും കാര്യങ്ങളൊക്കെ ആണ് പെട്ടെന്ന് മറന്നു പോകും, നമ്മൾ റിവൈസ് ചെയ്തില്ല എന്നല്ലേ മറന്നു. അപ്പം ഞാൻ ടയർ 1 സമയത്ത് പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെ ടയർ 2 ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ടാണ് പിന്നെ ടയർ 2 പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ജനറൽ അവയർനെസിൻ്റെ കാര്യം വരുമ്പോൾ. ഓക്കെ, ഐ മീൻ ആ റിവിഷൻ്റെ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? ഒരു കോൺസെപ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ്റെ മോഡ് എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെ ഒരു ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു മോക്ക് എടുക്കുന്ന സമയത്ത് ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒരു കുറച്ച് കഴിഞ്ഞിട്ടൊരു മോക്ക് എടുക്കുമ്പോൾ അത് നമുക്ക് വീണ്ടും കിട്ടുന്നില്ല എന്നുള്ള തോന്നുന്നു. മോക്കിനനുസരിച്ച് ചില സമയത്ത് ആ ഒരു പോർഷൻ കിട്ടുന്നില്ല എന്നുമ്പോൾ അതിനനുസരിച്ച് റിവൈസ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു റിവിഷൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നവനീതിന് മാത്സും റീസണിങ്ങും കുഴപ്പമില്ലായിരുന്നു അല്ലേ, പക്ഷെ അത് ടഫ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നവനീത് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മാത്സിലും റീസണിങ്ങിലും അത്യാവശ്യം എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. അങ്ങനെയുണ്ടെങ്കിൽ ആസ് എ സ്റ്റുഡന്റിന്റെ ഒരു വിഷനിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് അതിൽ വീക്ക് ആയിട്ടുള്ള കുട്ടികളടുത്ത് പറയാനുള്ളത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ കാര്യമാണെങ്കിലും മീൻസ് അത്യാവശ്യം ഒരു എഡ്ജ് ഉണ്ട്, ഒരു സ്ട്രോങ് പോയിന്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോഴും എനിക്കിപ്പോൾ മാത്സിലാണെങ്കിലും 5-6 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്, സ്പീഡിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഏത് ഇതാണെങ്കിലും എനിക്ക് ഈ ഒരു SSC അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ എത്രമാത്രം ഇന്റലിജന്റ് ആണ്, എത്രമാത്രം എല്ലാ ക്വസ്റ്റ്യൻസ് ഓൾറെഡി അറിയാം അങ്ങനെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. എത്രമാത്രം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നോ, ഏത് ലെവലിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രമാത്രം എഫേർട്ട് ഇടുന്നു, എത്രമാത്രം ഫെമിലിയർ ആവുന്നു, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫെമിലിയർ ആവുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരാൻ പോകുന്നുള്ള കാര്യം ഞാൻ ഇനിഷ്യലി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അപ്പം മാക്സിമം എഫേർട്ട് ഇടുന്നു, മാക്സിമം പ്രാക്ടീസ് ഒരുപാട് ചെയ്തതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മോർ ദാൻ നമ്മളെ ഇനീഷ്യൽ എത്ര ഇൻ്റലിജൻ്റ് ആണ് ആ ഒരു ഇതിനേക്കാളും എഫേർട്ടും പ്രാക്ടീസ് തന്നെയാണ് ഡിസൈഡിങ് ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നവനീത് ആദ്യം മോക്ക് അറ്റൻഡ് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ? ആദ്യം മോക്ക് അറ്റൻഡ് ചെയ്ത് പിന്നെ എക്സാമിന്റെ ആ സമയം ആകുമ്പോഴത്തേക്കും മോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവല്ലോ, അതിൽ കണ്ട ഡിഫറൻസ് എന്താണ്? ആദ്യം എത്രയായിരുന്നു മാർക്ക് എന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഇനീഷ്യലി ആദ്യത്തെ മാർക്ക് കറക്റ്റ് അറിയില്ല, ഒരു 80, പ്രിലിംസിനാണെങ്കിൽ 80-85 ആ റേഞ്ചിലായിരുന്നു മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ആ സമയത്ത് മോക്ക് എടുക്കുമ്പോൾ തന്നെ എല്ലാ ദിവസവും അവർ റെക്കോർഡിക്കലായിട്ട് എഴുതി വെക്കുമായിരുന്നു, എത്ര കിട്ടിയിട്ടുണ്ട്, എത്ര ചേഞ്ച് ഉണ്ടെന്നൊക്കെ രീതിയിൽ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ മോക്കിനനുസരിച്ച്
അനലൈസ് ചെയ്തിട്ട് അതിലെന്തൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ള ഏതൊക്കെ പോർഷൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആ ഒരു രീതിയിലൊക്കെ പോയ സമയത്ത് എനിക്കതൊരു ഫർദർ 100ലേക്ക് 120 140 പ്രിലിംസിന്റെ സമയത്തിലേക്ക് ഒരു 130 to 150 സ്കോർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എനിക്ക് പ്രിലിംസ് അടുത്ത സമയത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയിൻസ് ആണെങ്കിലും മെയിൻസ് ആദ്യം എടുക്കുന്ന സമയത്ത് ഒരു 260 to 250 to 280 290 ആ റേഞ്ചിലായിരുന്നു ഇനീഷ്യലി വന്നുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ സമയത്ത് ഇതുപോലെ തന്നെ മോക്കെടുത്ത് അതിനനുസരിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അതിനനുസരിച്ച് ട്വീക്ക് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പോയപ്പോഴാണ് പിന്നെ എനിക്കൊന്നും മോക്കിന് ആക്ച്വൽ എക്സാമിനൊരു ഒരാഴ്ച മുന്നേ ആണ് ഞാൻ 300 എന്നുള്ളൊരു ടാർഗറ്റ് ക്രോസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അവസാനത്തെ ഒരു 3-4 മോക്കിനകത്ത് എനിക്ക് 300 ക്രോസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് എക്സാം എഴുതാനും ഇതുപോലെ നല്ല സ്കോർ ചെയ്യാനും പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ മാത്സിലും റീസണിങ്ങിലും കുറച്ച് ടോപ്പിക്സ് എക്സ്ട്രാ പഠിക്കാനാണുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് എത്തുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ? എനിക്ക് ആക്ച്വലി കുറച്ചൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പ്രിലിംസ് കഴിഞ്ഞിട്ട്. പിന്നെ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മെയിൻസ് ആ സമയത്ത് വെച്ചാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. ക്ലാസ് ഓൾറെഡി സ്പ്രിന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അത് ടയർ 2 സ്പ്രിന്റ് ബാച്ച് ജോയിൻ ചെയ്തപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷമാണ് കൂടുതൽ ഇൻറ്റൻസീവായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. അപ്പം എനിക്ക് തോന്നുന്നു ടയർ 2 ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിട്ടുള്ള സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു മാത്സ് ടൈം ബോണ്ടായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ടയർ 2 എനിക്ക് മാത്സ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയപ്പോൾ അതിൽ ടൈം ആയിരുന്നു എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയത്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ബോണ്ടായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ടാണെങ്കിലും എവിടെയൊക്കെയാണ് എറർ വരുന്നത് അതിനനുസരിച്ച് എക്സ്ട്രാ പഠിച്ചിട്ട് ഓരോ ടോപ്പിക്കാണെങ്കിലും അങ്ങനെ ചെയ്തു. അപ്പോൾ പൊതുവേ ഈ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസ് വിചാരിക്കുന്ന കാര്യമാണ് GK ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകൾ കൂടുതലാണ് SSC എക്സാമിന് അല്ലെങ്കിൽ റെയിൽവേ എക്സാമിന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പോകണ്ട, വേറെ പല എക്സാമുകളിലേക്ക് പോവാം. അങ്ങനെ വിചാരിച്ച് ഈ മേഖലയിലേക്ക് വരാതിരിക്കുന്ന കുട്ടികളടുത്ത് എന്താണ് പറയാനുള്ളത്? കാരണം നമുക്കറിയാം ഇപ്പോൾ BTech ആയാലും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ട്. വേണമെങ്കിൽ നമുക്കറിയാം ഈ IT-യിലൊക്കെ ജോലി ചെയ്ത് മടുത്തിരിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായ ഒരു ആസ്പിറന്റ് ആണല്ലോ നവനീത്. അപ്പോൾ അവരടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നു എക്സാമിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ GK പഠിക്കുന്നതിനെ കൊണ്ട് നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുന്നതിൽ SSCക്ക് പഠിക്കുമ്പോഴേ എനിക്കൊരു ഡിഫറൻസ് തോന്നിയ എനിക്ക് തോന്നിയ ഒരു ഏജിൻ്റെ ആയിരിക്കും. ആ ഒരു ഏജിൽ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും GK പഠിക്കുമ്പോഴും എനിക്ക് ആ സമയത്ത് നമ്മൾ NCERT പഠിച്ചിട്ട് ആ ഒരു എക്സാമിന് മാർക്ക് ചെയ്യാനുള്ള രീതിയിലായിരുന്നു. എനിക്കിപ്പം ഈ ഒരു എക്സാമിന് പഠിക്കുന്നതിനപ്പുറം പ്രിപ്പയർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആക്ച്വലി കുറേ നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നമ്മളൊരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യം പോളിറ്റിയിലാണെങ്കിലും നമ്മളൊരു മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി ഇതിന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത്. ആ ഒരു സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തുള്ള എക്സാമിന് നടത്തുന്ന ആൾക്കാർ നമുക്ക് ആ ഒരു ബോധമുണ്ടോ, പൊതുബോധം ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GK ഇത്രയും സ്ട്രെസ് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എക്സാമിൻ്റെ ഒരു പരിധിക്ക് അപ്പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ രാജ്യത്ത് നിന്ന് നടക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്രം വായിക്കുന്നുണ്ടായിരുന്നില്ല. ഈ എക്സാം ശേഷമാണ് പത്രം കുറച്ചുകൂടി നോക്കി തുടങ്ങിയത്. അപ്പം ആ ഒരു രീതിയിലൊരു ആസ് എ സിറ്റിസൺ നമുക്ക് ഒരു ബോധം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ GK അവയർനെസ് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പം അത് ഒരു എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചിന്തിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിലും പെട്ടെന്ന് ട്രാക്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അല്ലേ സബ്ജക്റ്റുകൾ? സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ജനറൽ അവയർനെസ് ആണ് ഒരുപാട് മാക്സിമം NCERT ബേസ്ഡ് ആണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി മുന്നേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമ്മളൊന്ന് ബാക്കോട്ട് പോയിട്ട് അതൊന്ന് റിക്കലക്ട് ചെയ്തിട്ട് വരാനുള്ളൊരു ഡിഫിക്കൽറ്റി മാത്രമേ ഉള്ളൂ ആക്ച്വലി അതിനകത്ത്. ബാക്കി പിന്നെ ജനറൽ അവയർനെസ് ഇതുപോലെ തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകണമെങ്കിൽ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നതിലുപരി കാര്യങ്ങൾ അറിയാൻ വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ ആസ്വദിച്ച് പഠിക്കുക എന്നുള്ളൊരു രീതി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതെനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നു, മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആ ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കി എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഓർമ്മിച്ചെടുക്കാനും എക്സാമിന് ഹെൽപ്ഫുൾ ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ജനറലി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഹെൽപ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ഫൈനലി ഓൺ ആൻ എൻഡിങ് നോട്ട് നമുക്ക് പറയാനുള്ളത് അവിടെ ഒരുപാട് കുട്ടികൾ ചെറിയ മാർക്കിന് മെയിൻസ് എക്സാമിന് പോയി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളെ പ്രേക്ഷകരായിട്ട് ഓഡിയൻസ് ആയിട്ടുണ്ട്. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പം ഓരോ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ
ഒരു ട്രയലോ 2 ട്രയലോ നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബാക്കൗട്ടായി പോകുന്ന ഇഷ്യൂസ് വരുന്നത്. നമുക്ക് എല്ലാം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാം നമുക്ക് ഈസിലി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻ ദ ഹാൻഡ് നമുക്ക് സ്പൂൺ ഫീഡ് തരുന്ന കാര്യങ്ങളല്ല. കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാക്സിമം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിലെത്തുള്ളൂ. കുറേ ബാക്ക്ലാഷ് വരുമായിരിക്കും, പക്ഷേ എന്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് ഉറപ്പായിട്ടും പറ്റും. ആ ഒരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഉറപ്പായിട്ടും പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫർദർ പ്രിപ്പയർ ചെയ്യണം. ഫർദർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റിൽ എത്താൻ പറ്റുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ താങ്ക് യു നവനീത്, നമ്മുടെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും നമ്മൾ ഇന്നൊരു ഫുൾ ഡേ നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തതിനും ഒക്കെ താങ്ക് യു. അപ്പോൾ ഒരുപാട് വിലപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നവനീത് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആസ്പിറൻസ് ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് അവർക്ക് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമാണ് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും നവനീത് പറഞ്ഞ പോലെ നവനീത് പറഞ്ഞിട്ടുള്ള കുറേ സ്ട്രാറ്റജീസും ഇതിലൊക്കെ നിങ്ങൾക്ക് ഇൻസ്പയർ ആവാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.